Hey everyone, in our last session we discussed the significance of Maxwell's equation and the effect of temperature on the distribution of molecular velocities. So in kinetic theory there are three different ways of considering molecular velocities. So നമുക്ക് മൂന്ന് ടൈപ്പ് molecular velocities ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആവറേജ് വെലോസിറ്റി, സെക്കൻഡ് വൺ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി, ദെൻ തേർഡ് വൺ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ആവറേജ് വെലോസിറ്റി ടു യു. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the mean of the velocity is possessed by all the molecules at that temperature. നമ്മളൊരു ഗിവൺ ടെമ്പറേച്ചറിൽ ആവറേജ് വെലോസിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ എല്ലാ മോളിക്യൂൾസും പൊസസ് ചെയ്ത വെലോസിറ്റിയുടെ മീൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. സോ n നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ നമുക്ക് C1, C2, C3, C4 എക്സെട്ര Cn എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്നത് എങ്കിൽ we can write the average velocity V is equal to C1 plus C2 plus C3 plus etc. Cn divided by n. ഈ ഒരു ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തെഴുതാം 1/n ഇൻറ്റു സിഗ്മ I equal to 1 to n Ci. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റി പ്രകാരം ആവറേജ് വെലോസിറ്റി അറ്റ് ടെമ്പറേച്ചർ T കെൽവിൻ എന്ന് പറയുന്നത് V is equal to root of 8 RT by pi m. ഇവിടെ m എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് ദി ഗ്യാസും T എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആവറേജ് വെലോസിറ്റി മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറുമാണ്. നമ്മുടെ മറ്റൊരു വേ എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ദ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ലോവർ കേസ് u and it is defined as the square root of the mean of the squares of the velocities possessed by all the molecules. അതായത് എല്ലാ മോളിക്യൂൾസും പൊസസ് ചെയ്യുന്ന വെലോസിറ്റിയുടെ സ്ക്വയറിൻ്റെ മീൻ. അതായത് നേരത്തെ നമ്മൾ ആവറേജ് വെലോസിറ്റിക്ക് സിംപ്ലി C1 പ്ലസ് C2 പ്ലസ് C3 എക്സെട്ര എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ സ്ക്വയേഴ്സ് ആണ് C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് എക്സെട്ര Cn സ്ക്വയർ ഡിവൈഡഡ് ബൈ n. Maxwell's distribution of molecular velocities, RMS velocity at temperature T Kelvin എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. U is equal to root of 3 RT by m. ഇവിടെ m എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസാണ്. So RMS velocity is done. Now let's move into most probable velocity. നമ്മൾ ആൽഫ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെലോസിറ്റി പൊസസ്ഡ് ബൈ ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏത് വെലോസിറ്റിയാണോ പൊസസ് ചെയ്യുന്നത് ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. And from Maxwell's distribution of molecular velocities, most probable velocity alpha is given by root 2 RT by m, where m is the molecular mass of the gas. So kinetic theoryയിൽ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി നമ്മൾ ഈ 3 ഡിഫറെൻറ്റ് വേസിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഒന്ന് ആവറേജ് വെലോസിറ്റി, മറ്റൊന്ന് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, മറ്റൊന്ന് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഇനി നമുക്ക് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ നോക്കാം. So we have the equation for average velocity V is equal to root 8 RT by pi m, and that for RMS velocity is U is equal to root of 3 RT by m, and for most probable velocity it is alpha is equal to root 2 RT by m. So first നമുക്ക് average velocityയും RMS velocityയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. So average velocity ഇക്വേഷൻ നമുക്കുണ്ട് root 8 RT by pi m. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടും റൂട്ട് 8 RT ഇൻറ്റു 3 ബൈ പൈ എം ഇൻറ്റു 3. ഇനി ഇതിൽ നിന്ന് 3 RT ബൈ എം എന്ന് പറയുന്ന ടേം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. സോ റൂട്ട് ഓഫ് 8 ബൈ 3 പൈ ഇൻറ്റു റൂട്ട് ഓഫ് 3 RT ബൈ എം. ഈ റൂട്ട് ഓഫ് 3 RT ബൈ എം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ RMS വെലോസിറ്റി. സോ വി ഹാവ് V is equal to റൂട്ട് ഓഫ് 8 ബൈ 3 പൈ ഇൻറ്റു U. സോ നൗ നമുക്ക് ആവറേജ് വെലോസിറ്റിയെ RMS വെലോസിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയെ RMS വെലോസിറ്റിയുടെ ടേംസിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. സോ വി ഹാവ് ദിസ് ഇക്വേഷൻ ഫോർ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആസ് റൂട്ട് 2 RT ബൈ m. നേരത്തെ ചെയ്തതുപോലെ തന്നെ
3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ നിന്ന് 3RT/m എന്ന് പറയുന്ന ടേം നമ്മൾ മാറ്റി എഴുതുന്നു. സോ വി വിൽ ഹാവ് √2/3 ഇൻറ്റു u. So now most probable velocity is to average velocity is to RMS velocity is equal to √2/3 is to √8/3 pi is to 1. So when we divide this with √2/3, we will get 1 is to 1.128 is to 1.224. And now we have understood the 3 ways of considering the molecular velocities in kinetic theory. Thank you.